കണ്ണൂർ തയ്യിലിൽ മാതാവ് പിഞ്ചു മകനെ കടലിലെറിഞ്ഞ് കൊന്ന കേസിന്റെ വിധി തിങ്കളാഴ്ച. തയ്യിൽ കടപ്പുറത്തെ കെ ശരണ്യാണ് 2 വയസ്സുകാരനായ മകൻ വിയാനെ കടൽ തീരത്തെ പാറക്കൂട്ടത്തിലെറിഞ്ഞ് കൊന്നത്. ശരണ്യയും കാമുകൻ വലിയന്നൂരിലെ നിതിനുമാണ് കേസിലെ പ്രതികൾ. തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് ജഡ്ജി കെ.എൻ. പ്രശാന്താണ് കേസിൽ വിധി പറയുക. 2020 ഫെബ്രുവരി 17 പുലർച്ചെ 2:45 നാടിനെ ഞെട്ടിച്ച കൊലപാതകം നടന്നത്. തയ്യിൽ കടപ്പുറത്ത് കുടുംബസമേതം താമസിക്കുന്ന ശരണ്യ ഭർത്താവിനെ കുടുക്കാനും കാമുകനൊപ്പം ജീവിക്കാനുമാണ് സ്വന്തം കുഞ്ഞിനെ കടപ്പുറത്തെ പാറയിലെറിഞ്ഞ് കൊന്നത്. അന്നേ ദിവസം വീടിന്റെ സെൻട്രൽ ഹാളിലാണ് ശരണ്യ കിടന്നിരുന്നത്. പുലർച്ചെ മകൻ വിയാനിനെയും എടുത്ത് തൊട്ടടുത്തുള്ള കടപ്പുറത്തേക്ക് പോയ ശരണ്യ കുഞ്ഞിനെ കടലിലെറിയുകയായിരുന്നു. ആദ്യത്തെ ഏറിൽ കുട്ടി കടലിൽ വീണില്ല. തിരികെ നടക്കുമ്പോഴാണ് കുട്ടിയുടെ കരച്ചിൽ ശരണ്യ കേൾക്കുന്നത്. തിരികെ വന്ന ശരണ്യ കുട്ടി പാറപ്പുറത്ത് കിടക്കുന്നതാണ് കണ്ടത്. കുട്ടിയുടെ കരച്ചിൽ നാട്ടുകാർ കേൾക്കുമെന്ന് മനസ്സിലാക്കിയ ശരണ്യ മകനെ കടൽ തീരത്തെ പാറയിലെറിഞ്ഞ് മരിച്ചെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഒന്നും സംഭവിക്കാത്ത പോലെ വീട്ടിൽ വന്ന് ഭർത്താവിനൊപ്പം കിടന്നുറങ്ങുകയായിരുന്നു. പിന്നീട് കുട്ടിയെ കാണുന്നില്ലെന്ന് ഭർത്താവ് പ്രണവിനോട് പറഞ്ഞു. സിറ്റി പോലീസ് സ്ഥലത്തെത്തി ചോദ്യം ചെയ്തപ്പോഴാണ് ഞെട്ടിക്കുന്ന കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. കുട്ടിയെ കൊന്ന് ഭർത്താവ് പ്രണവിന്റെ മേൽ ചുമത്തി കാമുകൻ നിതിനൊപ്പം ജീവിക്കുകയായിരുന്നു ശരണ്യയുടെ ലക്ഷ്യം. കൊല നടക്കുന്നതിന്റെ തലേദിവസം മണിക്കൂറുകളോളം കാമുകൻ നിതിനൊപ്പം ശരണ്യ കഴിഞ്ഞതിന്റെ തെളിവും അന്വേഷണ ഉദ്യോഗസ്ഥനായ സിറ്റി CI PR സതീഷിനെ ലഭിച്ചിരുന്നു. ശരണ്യയെ ചോദ്യം ചെയ്യുന്നതിനിടെയും ഇവരുടെ ഫോണിലേക്ക് നിതിന്റെ 25 കോളുകളാണ് വന്നത്. ഇതോടെയാണ് കാമുകന്റെ നിർദ്ദേശപ്രകാരമാണ് കൊല നടത്തിയതെന്ന നിഗമനത്തിൽ പോലീസ് എത്തിയത്. തുടർന്ന് 2 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. 1-ാം പ്രതി ശരണ്യയ്ക്ക് വേണ്ടി ഹൈക്കോടതിയിലെ പ്രമുഖ അഭിഭാഷകൻ മഞ്ജു ആന്റണിയും 2-ാം പ്രതി നിതിന് വേണ്ടി കണ്ണൂർ ബാറിലെ R മഹേഷ് വർമ്മയുമാണ് ഹാജരായത്. പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ U രമേശനാണ് ഹാജരായത്. അന്വേഷണ ഉദ്യോഗസ്ഥനായ PR സതീശൻ പോസ്റ്റ്മോർട്ടം ചെയ്ത പരിയാരം മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സർജൻ ഡോക്ടർ ഗോപാലകൃഷ്ണപിള്ള ഉൾപ്പെടെ 47 സാക്ഷികളെ കോടതി വിസ്തരിച്ചിരുന്നു. 81 രേഖകളും 19 മെറ്റീരിയൽ എവിഡൻസും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. മാസങ്ങൾ നീണ്ട വിചാരണയ്ക്ക് ശേഷമാണ് കേസിൽ തിങ്കളാഴ്ച വിധി പറയുന്നത്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.